പൈനാപ്പിൾ പുഡിംഗ് വളരെ ഗംഭീരമായിരുന്നു, നല്ല രസമുണ്ട്. ഇന്നത്തെ പാട്ട് ഏതാണ്? എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. പൈനാപ്പിൾ പുഡിംഗ് സാധാരണ പാലിലല്ലേ ഉണ്ടാക്കുക, നമ്മൾ ഇന്ന് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുക്കുക. പീസസൊക്കെ കട്ട് ചെയ്തെടുത്തു. ഏകദേശം ഈ ഒരു ബൗളിൻ്റെ കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ബൗളിൽ ഒരു 1/4 ഭാഗം പൈനാപ്പിൾ പീസസ് എടുത്തു. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ഒരു ബൗളും കുറച്ചും കൂടി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു അളവ് പാത്രം എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട്, ഇത് നമുക്ക് ജലാറ്റിനിലും ഉണ്ടാക്കാം കേട്ടോ. 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ പറ്റും. ചൈന ഗ്രാസ് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒന്ന് മെൽറ്റാവും. ജ്യൂസ് ഒന്ന് ചൂടാക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി. ജ്യൂസിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക, ഇളക്കി കൊടുക്കുക. 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ചൊന്ന് പൈനാപ്പിൾ കാരമലൈസ് ചെയ്തെടുക്കാം. പാത്രത്തിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് എടുത്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാനാണ്. കുറച്ച് മുന്തിരിങ്ങ, ചെറിയ മുന്തിരിങ്ങയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കാരമലൈസ് ആവുന്നുണ്ട്, ഒന്നും കൂടി ആവട്ടെ. കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ പീസസൊക്കെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത്. പൈനാപ്പിളൊക്കെ ഗാർണിഷ് ചെയ്തു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം.